കേരളം ഉറ്റുനോക്കുന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ആവേശം കൊടുമുടിയിൽ നിൽക്കെയാണ് സോഷ്യൽ മീഡിയയിലെ ലക്ഷക്കണക്കിന് ആരാധകരുള്ള അഖിൽമാരാരുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് ഇന്ത്യയിൽ അപ്രതീക്ഷിതമായത്. കേരള പോലീസിന്റെ സൈബർ സെൽ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മെറ്റ ഇന്ത്യയിൽ ഈ പേജിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സജീവമായി നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ഇത്തരമൊരു നീക്കം ഉണ്ടായത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്കും തുടക്കമിട്ടിരിക്കുകയാണ്. തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് അഖിൽമാരാർ ഈ വിവരം പുറം ലോകത്തെ അറിയിച്ചത്. കഴിഞ്ഞ 15 വർഷമായി താൻ ഉപയോഗിച്ചു വരുന്ന തന്റെ ആശയങ്ങളും നിലപാടുകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്ന പേജാണ് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പൂട്ടിച്ചത്. ഇത് കേവലം സാങ്കേതികമായ ഒരു നടപടിയല്ലെന്നും മറിച്ച് കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നു. സത്യങ്ങൾ തുറന്നു പറയുന്നവരെ നിശബ്ദരാക്കാനുള്ള സർക്കാരിന്റെ നീക്കമാണിത്. എന്നെ ഭയക്കാൻ നാണമില്ല എന്ന അഖിൽമാരാരുടെ ചോദ്യം സൈബർ ഇടങ്ങളിൽ വലിയ തരംഗമാണ് സൃഷ്ടിച്ചത്. താൻ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ഭരണകൂടത്തെ ഭയപ്പെടുത്തുന്നുണ്ടെന്നും അതുകൊണ്ടാണ് സൈബർ സെല്ലിനെ ഉപയോഗിച്ച് പേജ് പൂട്ടിച്ചതെന്നും അദ്ദേഹം തുറന്നടിച്ചു. വിയോജിക്കാനുള്ള അവകാശത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ഭരണകൂടം ഭയപ്പെടുന്നു എന്നതിന്റെ തെളിവാണിതെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. ഇതൊരു നിസ്സാര കാര്യമായി വിട്ടുകളയാൻ താൻ തയ്യാറല്ലെന്ന് അഖിൽമാരാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭരണഘടനാപരമായ അവകാശങ്ങളുടെ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഏത് നിയമത്തിന്റെയോ ചട്ടത്തിന്റെയോ അടിസ്ഥാനത്തിലാണ് കേരള പോലീസ് റിപ്പോർട്ട് നൽകിയതെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. നീതിക്കായി കേരള ഹൈക്കോടതിയിൽ സമീപിക്കുമെന്നും കോടതിയിൽ നിന്ന് തനിക്ക് അനുകൂലമായ വിധി ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സ്ഥാനാർത്ഥിയുടെ പ്രധാന പ്രചാരണ ആയുധത്തെ തിരഞ്ഞെടുപ്പ് വേളയിൽ തടയുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന വാദമാണ് അദ്ദേഹം പ്രധാനമായും ഉയർത്തുന്നത്. ഫേസ്ബുക്ക് പേജ് പൂട്ടുന്നതിന് തൊട്ട് മുൻപ് വരെ അഖിൽമാരാർ സജീവമായി ചർച്ച ചെയ്തിരുന്നത് പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനെതിരെയുള്ള ആരോപണങ്ങളായിരുന്നു. പാലക്കാട് BJP പ്രവർത്തകർ വോട്ടർമാർക്ക് പണം നൽകിയെന്ന് ആരോപിച്ച് ഇടതുപക്ഷവും കോൺഗ്രസും രംഗത്ത് വന്നിരുന്നു. ഇതിനെതിരെ ശക്തമായ പ്രതിരോധമാണ് അഖിൽമാരാർ തീർത്തത്. ആരെങ്കിലും പണം കൊടുത്ത് വോട്ട് നേടുന്നത് പരസ്യമായിട്ടാണോ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിക്കുന്ന കുടുംബങ്ങളെ കാണുമ്പോൾ അവരെ സഹായിക്കണമെന്ന് തോന്നുന്നത് മനുഷ്യസഹജമായ കാര്യമാണെന്നും അത് വോട്ട് വാങ്ങാനാണെന്ന് വ്യാഖ്യാനിക്കുന്നത് വിഡ്ഢിത്തരമാണെന്നും അദ്ദേഹം പറഞ്ഞു. പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ ശ്രമിക്കുന്നത് കുറ്റമാണെങ്കിൽ ആ കുറ്റത്തിന് കാരണക്കാർ ഇത്രയും കാലം ഭരിച്ചവരാണെന്നും അദ്ദേഹം ആഞ്ഞടിച്ചു. ശോഭ സുരേന്ദ്രനെ തന്റെ സഹോദരിയായി വിശേഷിപ്പിച്ച അദ്ദേഹം നിയമസഭയിൽ തങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടാകുമെന്നും അഴിമതിക്കെതിരെ നിർത്തിപ്പൊരിക്കുമെന്നും വെല്ലുവിളിച്ചു. അഖിൽമാരാരുടെ പേജിന് മുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലെ വീഡിയോകൾക്കും സമാനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പ്രതിപക്ഷ സ്വരങ്ങളെയും വിമർശകരെയും ഇല്ലാതാക്കാൻ സൈബർ സെല്ലിനെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നുവെന്ന ആക്ഷേപം ഇതോടെ ശക്തമായിരിക്കുകയാണ്. നിലവിൽ ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് അഖിൽമാരാരുടെ പേജ് ലഭ്യമാണ്. ഇതിനർത്ഥം ഇന്ത്യൻ നിയമങ്ങൾ ലംഘിച്ചു എന്നതിനേക്കാൾ തദ്ദേശീയമായി ലഭിച്ച ചില പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നടപടി എന്നതാണ്. തന്റെ പേജ് നീക്കം ചെയ്തതിലൂടെ താൻ തോൽക്കുമെന്നാരും കരുതണ്ടെന്നും അഖിൽ പറയുന്നു. തൃക്കാക്കരയിലെ ജനങ്ങളെല്ലാം കാണുന്നുണ്ടെന്നും വോട്ടിലൂടെ അവർ ഇതിന് മറുപടി നൽകുമെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. മുറിച്ചാൽ മുറി കൂടുന്ന ഇനം എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത്. ഇത്തരം പ്രതിസന്ധികൾ തന്നെ കൂടുതൽ കരുത്തനാക്കുകയുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഖിൽമാരാരുടെ ഈ ആരോപണങ്ങൾ തൃക്കാക്കരയിലെ തിരഞ്ഞെടുപ്പ് ചർച്ചകളെ പുതിയൊരു തലത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വികസനവും രാഷ്ട്രീയവും പറയേണ്ട തിരഞ്ഞെടുപ്പിൽ സോഷ്യൽ മീഡിയ സെൻസർഷിപ്പ് ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറുകയാണ്. NDA ക്യാമ്പുകൾ ഈ വിഷയത്തെ വൈകാരികമായി ഏറ്റെടുത്തിട്ടുമുണ്ട്. ഒരു സാധാരണക്കാരന്റെ ശബ്ദത്തെ അടിച്ചമർത്താൻ സർക്കാർ ശ്രമിക്കുന്നു എന്ന പ്രചാരണം വോട്ടർമാരെ സ്വാധീനിക്കുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. അഖിൽമാരാർ മുന്നോട്ട് വെക്കുന്ന പ്രധാന ചോദ്യങ്ങൾ ഇവയാണ്. ഒരു രാഷ്ട്രീയ സ്ഥാനാർത്ഥിയുടെ ആശയവിനിമയ ഉപാധി തടയാൻ പോലീസിന് എന്ത് അവകാശമാണുള്ളത്? ഏത് തരത്തിലുള്ള പോസ്റ്റുകളാണ് നിയമവിരുദ്ധമായി സൈബർ സെല്ലിന് തോന്നിയത്? എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇത്തരം നടപടികൾ ഉണ്ടാകുന്നത്? കോടതിയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ നിർണായകമാകും. അഖിൽമാരാർ ഉയർത്തുന്ന പോരാട്ട വീര്യം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന പിന്തുണ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. എതിരാളികൾ ഇതിനെ തള്ളിക്കളയുമ്പോഴും ഡിജിറ്റൽ യുഗത്തിൽ ഇത്തരം നിരോധനങ്ങൾ വിപരീത ഫലം ചെയ്യുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. അഖിൽമാരാരുടെ ഫേസ്ബുക്ക് പേജിന് ഏർപ്പെടുത്തിയ വിലക്ക് കേവലം ഒരു സാങ്കേതിക പ്രശ്നമല്ല, മറിച്ച് വലിയൊരു രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത്. ഭരണകൂടവും പ്രതിപക്ഷവും തമ്മിലുള്ള പോരാട്ടം തെരുവുകളിൽ നിന്ന് സൈബർ ഇടങ്ങളിലേക്ക് പൂർണ്ണമായി മാറിയിരിക്കുന്നു. നീതിയും നിയമവും തമ്മിലുള്ള യുദ്ധമാണിതെന്ന് അഖിൽമാരാർ പറയുമ്പോൾ തൃക്കാക്കരയിലെ ജനവിധിയിൽ ഈ ഡിജിറ്റൽ സെൻസർഷിപ്പിന് എന്ത് സ്ഥാനമുണ്ടാകുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. സത്യം പുറത്തു വരുമെന്നും താൻ തന്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറില്ലെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് അഖിൽമാരാർ തന്റെ പോരാട്ടം തുടരുകയാണ്.